ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ വിജയത്തിൽ കോൺഗ്രസിനെ കയറി ആക്രമിക്കുകയാണ് എം.എൽ.എ. കെ.ടി. ജലീൽ. ഡൽഹി ബി.ജെ.പിയുടെ കൈക്കുമ്പിളിൽ വെച്ച് കൊടുത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമാണെന്ന് കെ.ടി. ജലീൽ അഭിപ്രായപ്പെട്ടു. യാഥാർത്ഥ്യബോധമില്ലാത്ത കോൺഗ്രസ് ഇന്ന് വെറുമൊരു ചാവാലി പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണമെന്നും ജലീൽ പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ വിമർശനം അറിയിച്ചത്. കോൺഗ്രസിന് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ല, സ്വന്തം ശക്തിയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. എന്റെ ഉപ്പാപ്പക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് ഊറ്റം കൊണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു കാലത്ത് ആനയായിരുന്ന കോൺഗ്രസ് ഇന്ന് കേവലം ഒരു ചാവാലി പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും മനസ്സിലാക്കണം. പോൾ ചെയ്ത വോട്ടിൽ പകുതി വോട്ട് ബി.ജെ.പി. ഭരിക്കുന്ന ഒരിടത്തും അവർ കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നിരയിലെ അനൈക്യം കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്നതെന്നും ജലീൽ പറഞ്ഞു. ഇടത് കക്ഷികളെയും ജലീൽ വെറുതെ വിട്ടില്ല. CPI-എമ്മും CPI-യും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വന്തം ദൗർബല്യം നാട്ടുകാരുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഇടവന്നു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. നിസ്സാരമായ വോട്ടുകൾ മാത്രമാണ് ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കിട്ടിയത്. നോട്ടയ്ക്ക് പോലും അതിൽ കൂടുതൽ വോട്ടുകൾ വീണിരുന്നു എന്നും ജലീൽ പറഞ്ഞു. എന്നാൽ ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ടെന്നും 1977 തോറ്റ ഇന്ദിരാഗാന്ധി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന പോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും തിരിച്ചു വരുമെന്നും ജലീൽ പറയുന്നു. പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും സൗജന്യമായി ഉറപ്പുവരുത്തിയ ഒരു നല്ല സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരുണം വലിച്ചെറിഞ്ഞത് എന്നും ജലീൽ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് കാണിച്ച ഈ നന്ദികേടിനെ മനമുരുകി പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. കെ.ടി. ജലീൽ ഇവിടെ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ തന്നെയാണ് ആം ആദ്മിയും ഇത്രയും നാൾ മുന്നോട്ട് വെച്ചത്. രാമനും ഹനുമാനും ഒക്കെ അവരുടെയും പ്രധാന ആയുധങ്ങളാണ്. ഹിന്ദു പുരോഹിതർക്ക് കേജ്രിവാൾ ഖജനാവിൽ നിന്ന് വാരിക്കോരി കൊടുത്തിരുന്നു. ഹിന്ദുത്വ കാണിച്ച് കേജ്രിവാൾ ആളുകളെ കൂടെ നിർത്താൻ നോക്കിയപ്പോൾ അതിലും വലിയ ഹിന്ദുത്വ കാർഡ് ഇട്ട് ബി.ജെ.പി. അവരെ കടത്തിവെട്ടി. പൗരത്വ ബില്ലിന്റെ സമരകാലത്ത് അഭിപ്രായം ഇല്ലായിരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി ആയിരുന്നു. ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ കേജ്രിവാൾ മൗനം പാലിച്ചു. തനിക്ക് ലഭിക്കുന്ന ഹിന്ദുത്വ വോട്ട് നഷ്ടപ്പെടുത്താൻ കേജ്രിവാൾ തയ്യാറല്ലായിരുന്നു. രാജ്യം കൊടുമ്പിരിക്കൊണ്ട കർഷക പ്രക്ഷോഭങ്ങൾ ഡൽഹി കലാഭൂമിയായി മാറിയപ്പോഴും കേജ്രിവാൾ അതേ മൗനം പാലിച്ചു. ഹിന്ദുത്വ ആയിരുന്നു കേജ്രിവാൾ എന്നും പയറ്റിയത്. മതവും ജാതിയും വോട്ട് ബാങ്കുകളാക്കി തിരിച്ചാണ് കേജ്രിവാൾ പദ്ധതികളും പരിപാടികളും എല്ലാം ആവിഷ്കരിച്ചത്. അത് മനസ്സിലാക്കിയ മുസ്ലിം വോട്ട് ബാങ്ക് ഏതാണ്ട് കേജ്രിവാളിനെ കൈവിട്ട അവസ്ഥയാണ്. ബി.ജെ.പിയുടെ സമ്പൂർണ്ണ ഹിന്ദുത്വ കാർഡും കണ്ടതോടെ ആം ആദ്മിയുടെ ഹൈന്ദവ വോട്ടുകളും കയ്യിൽ നിന്ന് പോവുകയായിരുന്നു. ബി.ജെ.പിയുടെ ഒരു ലൈറ്റ് വെർഷൻ തന്നെയാണ് ആം ആദ്മിയും കേജ്രിവാളും. വരുന്ന കാലങ്ങളിൽ അത് കൂടുതൽ തെളിഞ്ഞു വരുന്നത് കാണാനാകും.